പാതിരാത്രി ബിഗ് ബോസ് വീട്ടിൽ വലിയ ബഹളമാണ്. സംഗതി ജിസേലും നെവിനും തമ്മിലാണ് അവിടെ ബഹളം. സ്വേച്ഛാധിപതികളായിട്ടുള്ള ജിസേലിനും നെവിനും പണിപ്പുരയിൽ കയറി ഒരുപാട് ഭക്ഷണ വസ്തുക്കൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഭക്ഷണ വസ്തുക്കൾ ആവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാർക്ക് ഷെയർ ചെയ്യാം എന്നൊക്കെ ബിഗ് ബോസ് പറയുന്നുണ്ട്. ഇന്ന് രാത്രി ജിസേൽ കുളിക്കാൻ പോയ സമയത്ത് നെവിൻ ആ ഭക്ഷണം കഴിച്ചു. കൂട്ടത്തിൽ അതിൻ്റെ ഒരു ഓഹരി നമ്മുടെ അനുമോക്കും ആദിലയ്ക്കും നൂറയ്ക്കൊക്കെ കൊടുത്തു. ഇത് ജിസേൽ തിരിച്ച് കുളിച്ചിട്ട് വന്നപ്പോൾ അറിയുന്നു. അതായത് അവർക്ക് കഴിക്കാൻ വച്ചിരുന്ന അവരെയും കൂടെ ഫുഡ് അവരോട് ചോദിക്കാതെ എന്തിനാണ് ഇതുപോലെയുള്ള ഇഡിയറ്റ്സിന് ഈ ഫുഡ് കൊടുക്കുന്നത് എന്നാണ് ജിസേൽ നെവിനോട് ചോദിക്കുന്നത്. പാതിരാത്രി ഭയങ്കരമായ ഉടക്കാണ് ഇതിൻ്റെ കാര്യത്തിൽ. ഈ ഭക്ഷണത്തിൻ്റെ കാര്യത്തിലൊക്കെ ഇങ്ങനെ ഉടക്ക് കാണിക്കുന്നത് തറ പരിപാടിയാണെന്നല്ലാതെ മറ്റെന്ത് പറയാനാണ്. ജിസേലിന് വളരെ വൃത്തികെട്ട സ്വഭാവമാണെന്ന് വെളിവാകുന്ന ഒരു പ്രവൃത്തി കൂടിയായിട്ടാണ് ഇതിന് ഞാൻ കണക്കാക്കുന്നത്. കാര്യം ഭക്ഷണത്തിൻ്റെ പേര് കണക്ക് പറയുക, ഭക്ഷണത്തിൻ്റെ പേര് വഴക്കുണ്ടാക്കുക. ആക്ടിവിറ്റി ഏരിയയിൽ അവിടെ കുറേ പേര് കിടന്ന് കഷ്ടപ്പെടുന്നുണ്ട്. അവർക്ക് എന്താ ഫുഡ് കൊടുക്കാത്തതാണ് ജിസേൽ ചോദിക്കുന്നത്. അവർക്ക് ആവശ്യത്തിൽ കൂടുതലുള്ള ഫുഡ് അടുക്കള ഇരിപ്പുണ്ടെന്ന് നെവിൻ പറയുന്നുണ്ട്. എങ്കിലും ഈ അനുമോക്കും ആദിലേക്കും നൂറയ്ക്കും ഫുഡ് കൊടുത്തതാണ് നമ്മുടെ ജിസേലിന് പ്രശ്നമായത്. അതിപ്പോൾ ജിസേൽ മാത്രമല്ല സ്വേച്ഛാധിപതി, നെവിനും സ്വേച്ഛാധിപതിയാണ്. അപ്പോൾ നെവിന് കിട്ടിയ ഓഹരിയിൽ നിന്ന് അവർക്ക് അനുമോക്കും മറ്റുള്ളവർക്കും ഫുഡ് കൊടുത്തതിൽ ഇവർക്ക് എന്താണ് ഇത്ര പ്രശ്നമെന്നാണ് ഇത് കാണുമ്പോൾ എനിക്ക് തോന്നുന്നത്. എന്തായാലും ഫുഡിൻ്റെ കാര്യത്തിലൊക്കെ ജിസേൽ ഇമ്മാതിരി തറ പരിപാടി കാണിക്കും എന്നുള്ളത് ഒട്ടും നമ്മൾ പ്രതീക്ഷിക്കുന്ന കാര്യമില്ല. ഒരൊറ്റ ദിവസം കൊണ്ട് ഈ പുള്ളിക്കാരി ഇതുവരെ ഉണ്ടാക്കിയ ഇമ്പ്രഷൻ മൊത്തം പോകുന്ന തരത്തിലാണ് ഇന്നിപ്പോൾ നെവിനോട് പാതിരാത്രി ഉടക്കുണ്ടാക്കി. അതും ഉറങ്ങാൻ കിടന്ന നെവിനാണ്. ഉറങ്ങാൻ കിടന്ന എല്ലാവരും ലൈറ്റ് ഓഫായി എല്ലാവരും ഉറങ്ങാൻ കിടന്നപ്പോഴാണ് ജിസേൽ അവിടെ വന്ന് എഴുന്നേറ്റ് ഇന്ന് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത്. എന്തായാലും മോശമാണ്. ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ എന്തൊക്കെ പറഞ്ഞാലും ഇമ്മാതിരി ഡയലോഗുകൾ അടിക്കുന്നത് വളരെ മോശമാണ്, ചെറ്റത്തരമാണെന്ന് പറയാതെ നിവർത്തിയില്ല. എന്തായാലും ബിഗ് ബോസുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റുകൾ എക്സ്ക്ലൂസീവായി അറിയാൻ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.